ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു പുതിയ ശക്തി സമവാക്യം രൂപപ്പെടുകയാണ്. ലോകം മുഴുവൻ മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും സംഘർഷങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ദക്ഷിണേഷ്യൻ തീരങ്ങളിൽ അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു സൈനിക നീക്കം പൂർത്തിയായിരിക്കുന്നു. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി 2026 ഏപ്രിൽ അവസാന വാരത്തിൽ ചൈനയിൽ നടത്തിയ സന്ദർശനം പതിവ് നയതന്ത്ര യാത്രകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. വലിയ മാധ്യമ വാർത്തകളോ ആഘോഷങ്ങളോ ഇല്ലാതെ നടന്ന ഈ സന്ദർശനത്തിന്റെ കാതൽ സന്നിയിലെ നാവിക തുറമുഖത്ത് ചൈന കൈമാറിയ ആദ്യത്തെ S-26P ഹാങ്കോർ ക്ലാസ് അന്തർവാഹിനിയായിരുന്നു. $5 ബില്യൺ വീതം വിലമതിക്കുന്ന 8 അന്തർവാഹിനികൾക്കായുള്ള 2015 കരാറിന്റെ ആദ്യ ഫലമാണിത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ ഏകപക്ഷീയമായ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുമെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറക്കം കെടുത്തുമെന്നും ചൈനീസ് മാധ്യമങ്ങൾ അവകാശപ്പെടുന്ന ഈ കരാർ കേവലം ഒരു ആയുധ ഇടപാടല്ല, മറിച്ച് തന്ത്രപരമായ ഒരു വലിയ നീക്കമാണ്. പുതിയ അന്തർവാഹിനികൾക്ക് ഹാങ്കോർ എന്ന് പേരിട്ടതിന് പിന്നിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ INS ഖുക്രി എന്ന കപ്പലിനെ മുക്കിയ പാകിസ്ഥാൻ അന്തർവാഹിനിയുടെ പേരാണ് ഇത്. ഈ പേര് തിരഞ്ഞെടുക്കുന്നതിലൂടെ ഇന്ത്യയോടുള്ള തങ്ങളുടെ സൈനിക വെല്ലുവിളി പാകിസ്ഥാൻ ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ്. സാങ്കേതികമായി നോക്കിയാൽ S-26P അന്തർവാഹിനികൾ പാകിസ്ഥാൻ നാവികസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമാണ്. എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനമുള്ള ഈ അന്തർവാഹിനികൾക്ക് അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഇല്ലാതെ തന്നെ ദിവസങ്ങളോളം വെള്ളത്തിനടിയിൽ കഴിയാൻ സാധിക്കും. ചൈന സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സ്റ്റിർലിംഗ് എഞ്ചിനുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ശത്രുരാജ്യങ്ങളുടെ സോണാർ സംവിധാനങ്ങളെ വെട്ടിച്ച് നിശബ്ദമായി സഞ്ചരിക്കാൻ കപ്പലിനെ സഹായിക്കുന്നു. കൂടാതെ ബാബർ 3 ക്രൂയിസ് മിസൈലുകൾ വഹിക്കാനുള്ള ശേഷി ഇവയ്ക്കുണ്ട്. ആണവായുധങ്ങൾ വിക്ഷേപിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ പാകിസ്ഥാന്റെ 2ാം പ്രഹര ശേഷിയെ ശക്തിപ്പെടുത്തുന്നുമുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നത് ചൈനയുടെ ദീർഘകാല ലക്ഷ്യമാണ്. പാകിസ്ഥാനെ ഒരു പ്രോക്സിയായി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ സ്വന്തം തീരങ്ങളിൽ തന്നെ തളച്ചിടാനാണ് ബീജിംഗ് ശ്രമിക്കുന്നത്. ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രതിരോധ വിദഗ്ധർക്കിടയിലും ഈ ഇടപാടിനെക്കുറിച്ച് വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഷാങ്ഹായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ സ്റ്റഡീസിലെ ലിയു സോങ്ങിയെ പോലെയുള്ള വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പാകിസ്ഥാൻ തങ്ങളുടെ വ്യവസായ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിനും ചൈനയുടെ അനുഭവം ഉപയോഗപ്പെടുത്തുന്നു എന്നാണ്. എന്നാൽ ഓൺലൈൻ ചർച്ചകളിൽ ഇതൊരു മോദിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്ന നീക്കമായാണ് ചിത്രീകരിക്കപ്പെടുന്നത്. പാകിസ്ഥാന്റെ പക്കൽ 8 അത്യാധുനിക അന്തർവാഹിനികൾ എത്തുന്നതോടെ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകൾക്കും മറ്റു വലിയ കപ്പലുകൾക്കും ഇത് അതീവ സുരക്ഷാ ഭീഷണി നേരിടേണ്ടി വരുമെന്ന് ചൈനീസ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പ്രതിരോധ സഹകരണത്തെ ചുറ്റിപ്പറ്റി വിചിത്രമായ പല വാദങ്ങളും ഉയരുന്നുമുണ്ട്. ചൈനീസ് സോഷ്യൽ മീഡിയയായ വെയ്ബോയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയിൽ ഈ പുതിയ സഖ്യത്തെ ചൈനയുടെ വാളും സൗദി അറേബ്യയുടെ പണവും പാകിസ്ഥാന്റെ ധൈര്യവും ചേർന്ന ഒന്നായി വിശേഷിപ്പിക്കുന്നു. പാകിസ്ഥാൻ ഭാവിയിൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സ്വാധീനത്തെ പോലും മറികടക്കുമെന്ന തരത്തിലുള്ള അതിഭാവുകത്വം നിറഞ്ഞ പ്രചാരങ്ങളും നടക്കുന്നുണ്ട്. ഇത്തരം അവകാശവാദങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെങ്കിലും ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ ബന്ധം എത്രത്തോളം ദൃഢമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. പാകിസ്ഥാന്റെ നാവിക ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ അറേബ്യൻ കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും ഇന്ത്യയുടെ നീക്കങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ചൈന വിശ്വസിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. ഇന്ത്യയുടെ അന്തർവാഹിനി വ്യൂഹത്തിൽ ഭൂരിഭാഗവും പഴയ ക്ലാസുകളിൽ പെട്ടവയാണ്. ആധുനികവൽക്കരണ പ്രക്രിയകൾ നടക്കുന്നുണ്ടെങ്കിലും ചൈന പാകിസ്ഥാൻ സഖ്യം സൃഷ്ടിക്കുന്ന ഭീഷണിയുടെ വേഗതയുമായി പൊരുത്തപ്പെടാൻ ഇന്ത്യക്ക് കൂടുതൽ വേഗത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ ആവശ്യമാണ്. 8 അന്തർവാഹിനികളിൽ 4 ചൈനയിലും ബാക്കി 4 സാങ്കേതിക കൈമാറ്റത്തിലൂടെ പാകിസ്ഥാനിലുമാണ് നിർമ്മിക്കുന്നത്. ഇത് പാകിസ്ഥാന്റെ ആയുധ നിർമ്മാണ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകും. ഇന്ത്യൻ മഹാസമുദ്രം ഇനി പഴയതുപോലെ ശാന്തമായിരിക്കില്ല എന്നാണ് ഈ നീക്കങ്ങൾ നൽകുന്ന സൂചന. ചൈനയുടെ തന്ത്രപരമായ പിന്തുണയോടെ പാകിസ്ഥാൻ നടത്തുന്ന ഈ സൈനിക വിപുലീകരണം ദക്ഷിണേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. സമുദ്രത്തിനടിയിലെ ഈ നിശബ്ദ പോരാട്ടം വരും ദശകങ്ങളിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ സുരക്ഷാ രാഷ്ട്രീയത്തിൽ നിർണായക പങ്ക് വഹിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.